പെഹൽഗാം ആക്രമണത്തിൽ സുരക്ഷാ നടപടികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്നിരിക്കുന്നു. സ്വാതിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സ്വാതി, യോഗം ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഒപ്പം തന്നെ നമുക്കറിയാം ഒരു ഭാഗത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് പരസ്യമായി ഇല്ലെങ്കിൽ പോലും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു നടപടികൾ വിലയിരുത്താനുള്ള യോഗം വിളിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികൾ അടക്കം അതിന്റെ തയ്യാറെടുപ്പുകൾ, ഇനി ഏതു തരത്തിലാണ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ഒരു വിലയിരുത്തൽ യോഗമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്നത്. ഈ രാജ്യതലസ്ഥാനത്ത് നിരവധിയായിട്ടുള്ള കൂടിക്കാഴ്ചകളും നിർണായക യോഗങ്ങളും ഇന്ന് തന്നെ നിരവധി യോഗങ്ങൾ നടന്നിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിലും സൈനിക മേധാവികൾ ഉൾപ്പെട്ട യോഗം രാവിലെ പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതോടൊപ്പം സംയുക്ത സൈനിക മേധാവിയും അടക്കമുള്ളവർ ഈ യോഗത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതുകൂടാതെ കര, വ്യോമ, നാവികസേനകളുടെ മേധാവികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര മന്ത്രിസഭാ യോഗമടക്കം ചേരുന്ന സാഹചര്യമുണ്ട്. അതിന് തൊട്ട് മുന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിലയിരുത്തലുകളും അതോടൊപ്പം ഈ സംയുക്ത സൈനിക മേധാവികളുടെ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള യോഗം നടക്കുമ്പോൾ കൃത്യമായ നടപടിക്രമങ്ങൾ ഏതൊക്കെയാണ്, സുരക്ഷ എത്തരത്തിലാണ് ജമ്മു കാശ്മീരിൽ ഉള്ളത്, അതോടൊപ്പം സുരക്ഷ കൂടുതൽ വിന്യസിക്കേണ്ട സാഹചര്യം തുടങ്ങി വിവിധ വിഷയങ്ങളാണ് ഇപ്പോൾ യോഗത്തിൽ ചർച്ചയാകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന യോഗത്തിന് മുന്നോടിയായി ഇത്തരത്തിൽ യോഗം നടക്കുമ്പോൾ മുന്നോട്ട് ഇതുവരെയും ഭീകരരെ പിടിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ അടക്കം ഉയരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരമായി നടക്കുന്ന പാക് പ്രകോപനങ്ങൾ, ഈ വിഷയത്തിൽ സൈന്യം ഏതു തരത്തിലാണോ ഇനിയും സുരക്ഷാ വിന്യാസം ശക്തമാക്കേണ്ടത് എന്നതടക്കമുള്ള വിഷയങ്ങളിൽ സുപ്രധാന വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ വരുന്നത്. ഭദ്ര. ശരി സ്വാതി, പെഹൽഗാം ആക്രമണത്തിൽ സുരക്ഷാ നടപടികൾ വിലയിരുത്താനാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേർന്നിരിക്കുന്നത്. ഏതൊക്കെ തരത്തിൽ ഇനി പ്രതിരോധം വേണം എന്ന രീതിയിലൊക്കെ ആയിരിക്കും ചർച്ചകൾ പുരോഗമിക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒപ്പം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രതിരോധ മന്ത്രിയുണ്ട്. ഒപ്പം തന്നെ 3 സംയുക്ത സേനകളുടെയും മേധാവിമാരും പങ്കെടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.